ബൈസ്റ്റാൻഡറിന് കോമ്പൻസേഷൻ കിട്ടുന്ന എന്തെങ്കിലും പോളിസികൾ നിലവിലുണ്ടോ? നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ കോമ്പൻസേഷൻ കൊടുക്കുന്ന പോളിസികൾ വളരെ കുറവാണ്. ബൈസ്റ്റാൻഡേഴ്സിന് അങ്ങനെ കൊടുക്കുന്ന പോളിസികൾ തീരെ കുറവാണ്. പക്ഷേ അതേസമയം നമുക്ക് എടുത്തിടാൻ പറ്റുന്ന അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ മാത്രമല്ല നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു പോളിസിയാണ് ഡെയിലി ക്യാഷ് പോളിസി എന്ന് പറയുന്നത്, ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും എല്ലാവരും എടുത്തിടേണ്ട പോളിസിന് ഏത് രീതിയിലുള്ള അഡ്മിഷൻ. പക്ഷേ ഏത് രീതിയിൽ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിന് കിട്ടത്തില്ല, മെറ്റേണിറ്റി കിട്ടത്തില്ല, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അലോപ്പതി പോലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഡെയിലി നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടും. നമ്മൾ തീരുമാനിക്കണം നമുക്ക് എത്ര രൂപ വെച്ച് തരണം എന്നുള്ളത്. അതായത് ഒരു റെമ്യൂണറേഷൻ പോലെ നമ്മുടെ ഇൻകം പോയതുകൊണ്ട് ഒരു ഇൻകമായിട്ട് കമ്പനിയുടെ നമുക്ക് തരണം 1000 രൂപ, 500 രൂപ മുതലുണ്ട്, 1000, 2000, 4000, 5000, 6000 രൂപ വരെ ഡെയിലി കിട്ടുന്ന പോളിസികളുണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കമ്പനി പറയുകയാണ് നീ അഡ്മിറ്റ് ആയിട്ടുണ്ട്, എന്തിന് അഡ്മിറ്റായി, എങ്ങനെ അഡ്മിറ്റായി, ഇതൊന്നും കമ്പനിക്ക് അറിയണ്ട. ഇതൊരു സെപ്പറേറ്റ് പോളിസിയാണ്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എടുക്കാവുന്ന പോളിസിയാണ്. ഇതൊരു സെപ്പറേറ്റ് പോളിസിയാണ്. ആ പോളിസിയിലെ കമ്പനി ചോദിക്കുന്നത് നിങ്ങൾ എന്ന് അഡ്മിറ്റായി, എന്ന് ഡിസ്ചാർജ് ആയി, ഇത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. വേറെ ഡോക്യുമെൻറ്റേഷനൊക്കെ വളരെ എളുപ്പമാണ്. ഡിസ്ചാർജ് ആയ ഡേറ്റും അഡ്മിറ്റ് ആയ ഡേറ്റും മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഡെയിലി നമുക്ക് എത്ര രൂപ വേണം നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ എൻ്റെ ബൈസ്റ്റാൻഡർക്ക് എനിക്ക് ഞാനൊരു 1000 രൂപ വെച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചെങ്കിൽ 1000 രൂപയുടെ പോളിസി എടുക്കുക. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 1000 രൂപ, അപ്പം 30 ദിവസത്തേക്കുണ്ട്, 60 ദിവസത്തേക്കുണ്ട്, 90 ദിവസമുണ്ട്, 180 ദിവസം വരെ. അതായത് 180 ദിവസം 6 മാസം ഞാൻ കടന്നാലും ഓരോ ദിവസവും എനിക്ക് ഇത്ര രൂപ വെച്ച് തരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു 30 ദിവസത്തെ മതി, 30 ദിവസത്തെ പോളിസി മതിയെങ്കിൽ എനിക്ക് 1000 രൂപ വെച്ച് വേണമെന്ന് വിചാരിക്കുക. 1000 രൂപ വെച്ച് എനിക്ക് 30 ദിവസം കിട്ടണം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ എൻ്റെ ഏകദേശം ഒരു പ്രീമിയം ഒരു 1200 രൂപയാകും ഒരു വർഷം എനിക്ക് ഡെയിലി 1000 രൂപ വെച്ച് 30 ദിവസത്തേക്ക് കിട്ടുന്നതിന് എൻ്റെ പ്രീമിയം 1200 രൂപ. ഇത് എന്തുകൊണ്ടാണ് ഏജൻസ് ഇത് കൂടുതൽ പറയാത്തതെന്ന് ചോദിച്ചാൽ ഈ 1200 രൂപയ്ക്ക് കൂടിപ്പോയാൽ അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 70 രൂപ 80 രൂപ. പക്ഷേ സെയിം എഫോർട്ട് എടുക്കണം, ഒരു പോളിസി സാധാരണ ഒരു പോളിസി എടുക്കുന്ന സെയിം എഫോർട്ട് എടുക്കണം. ഈ എഫോർട്ട് എടുത്തതിന് ശേഷം ഒരു വർഷം ഈ പറയുന്ന 70 രൂപ 80 രൂപയ്ക്ക് വേണ്ടി തന്നെ ആ വ്യക്തിയെ നമ്മൾ സർവീസ് ചെയ്യണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏജൻസ് ഇത് കൂടുതൽ പറയാത്തത്. പക്ഷേ ഏറ്റവും നല്ലൊരു പോളിസിയാണ് ഡെയിലി ക്യാഷ് പോളിസി എന്ന് പറയുന്നത്. വളരെ നിസ്സാര എമൗണ്ടേ ഉള്ളൂ, ഒരു 1200 രൂപ, 1200, 1300 ചിലവേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 1000 രൂപ, അത് 2000 ആക്കാം, 3000 ആക്കാം, 6000 വരെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രീമിയം കൂടുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയ എമൗണ്ടിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന പ്രീമിയം ഉള്ളൂ. ഒരു വർഷം അത്രയല്ലേ ആവുന്നുള്ളൂ. അപ്പം ബൈസ്റ്റാൻഡറിന് കൊടുക്കേണ്ട ചിലവുകൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.